സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിന്റെ സയൻസിലെ കെമിസ്ട്രി വിഷയം ആണ്. അപ്പോൾ അതിലെ 4ാമത്തെ ചാപ്റ്ററായ മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ തന്നെ ഒരു ചിത്രം ഇങ്ങനെ കൊടുത്തേക്കുക കേട്ടോ. ഒരു ചിത്രം ഇങ്ങനെ കൊടുത്തേക്കുക. അപ്പൊ അതില് എന്തൊക്കെയാണ് കാണുന്നതെന്ന് നമ്മളോട് തന്നെ ഇങ്ങനെ ചോദിച്ചേക്കുക. എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? കല്ല് കൊത്തി ശില്പം ഉണ്ടാക്കുന്നുണ്ടല്ലേ? പിന്നെന്തുവാ? മെഴുകുതിരി കത്തുന്നുണ്ട്. പിന്നെ ഇത് ലാത്തിരി കത്തുന്നു. പിന്നെ വാഴക്കുല പഴുക്കുന്നുണ്ട്. വിറകടുപ്പിൽ ആഹാരം പാകം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ ഈ കല്ല് കൊത്തി ശില്പം ആക്കിയെടുക്കുന്നതും വാഴക്കുല പഴുക്കുന്നതും എല്ലാം ഒരേപോലത്തെ മാറ്റമാണോ? അല്ലല്ലോ. ഒന്ന് മനുഷ്യനിർമ്മിതവും അല്ലേ? ഒന്ന് മനുഷ്യനിർമ്മിതവും മറ്റൊന്ന് പ്രകൃതിദത്തമായ മാറ്റവുമാ അല്ലേ? അപ്പോ ഈ കല്ല് കൊത്തി നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാല്, കല്ല് കൊത്തി ശില്പമാക്കുന്നത് രാസിക മാറ്റമാണോ അതോ ഭൗതിക മാറ്റമാണോ? ഭൗതിക മാറ്റം അല്ലേ? ഫിസിക്കലായിട്ട് അവിടെ, അതെ, ഫിസിക്കലായിട്ടുള്ള മാറ്റമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിന്റെ തന്മാത്ര ലെവലില് ഒരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല. അതേസമയം നമ്മൾ ഈ അടുപ്പിന്റെ കാര്യം നോക്കിയാലോ, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവിടെ വിറക് കത്തി ചാരമാവുന്നുണ്ട് അല്ലയോ? കാർബൺ ആവുന്നുണ്ട്. അപ്പൊ അത് രാസിക മാറ്റമല്ലേ? രാസിക മാറ്റവും ഉണ്ട് അല്ലേ? വാഴക്കുല പഴുക്കുന്നത് എന്ത് തരം മാറ്റമാണ്? അതും ഒരു രാസിക മാറ്റം തന്നെ അല്ലേ? രാസമാറ്റമാണ്, അതും പ്രകൃതിദത്തമാണ്. പക്ഷെ അപ്പോ ഈ മാറ്റങ്ങൾ സ്വഭാവത്തിൽ വ്യത്യസ്തമാണെങ്കിലും ഇവയെല്ലാം തന്നെ മാറ്ററിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്, അഥവാ പദാർത്ഥങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്, അത് നമുക്കറിയാം അല്ലേ? യൂണിവേഴ്സിലെ എല്ലാ പദാർത്ഥവും എല്ലാം മാറ്റർ വെച്ചാണ്, മാറ്റർ കൊണ്ട് നിർമ്മിതമാണ്. അപ്പൊ ദ്രവ്യത്തിന്റെ സവിശേഷത മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുടെ രസതന്ത്രം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞേക്കുക കേട്ടോ. ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക. ജലനിരപ്പിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു? ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും? കുറച്ചുകൂടി വലിയ കല്ല് ബീക്കറിലേക്ക് താഴ്ത്തുവാണെങ്കിൽ ജലനിരപ്പിൽ എന്ത് വ്യത്യാസം ഉണ്ടാകും? അപ്പൊ എന്തുമായിരിക്കും കൂട്ടുകാരെ സംഭവിക്കുന്നത് ഇവിടെ? ഈ ചെറിയ കല്ലിടുമ്പോഴും വലിയ കല്ലിടുമ്പോഴും ജലനിരപ്പിൽ സംഭവിക്കുന്ന വ്യത്യാസം എന്തുവാ? കൂടുതൽ ജലനിരപ്പ് ഉയരും അല്ലേ? അതേസമയം നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഈ കല്ലിന്റെ ഭാരത്തിന് തത്തുല്യമായ വോളിയം ഓഫ് വാട്ടർ ആയിരിക്കും ഇത് ആദേശം ചെയ്യുന്നത് ഇതിന്റെ സർഫസില്. ആ കാര്യം അറിയത്തില്ലേ? അത് നമ്മുടെ ഗ്രീക്കിലെ ഒരു ചിന്തകന് ഇങ്ങനെ വെയിറ്റ് കണ്ടുപിടിക്കാൻ ചെയ്തായിരുന്നു. ഒരു രാജാവിന്റെ കിരീടം, സ്വർണ്ണ കിരീടം. ആ കഥ അറിയാവോ? അതെ, അതെ. അപ്പൊ പുള്ളി അത് ഉരുക്കാതെ സ്വർണത്തിന്റെ ഭാരം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു, കിരീടത്തിന്റെ. അപ്പൊ അദ്ദേഹം ഈ കുളിച്ചോണ്ടിരുന്നപ്പോ, മറ്റേ അവര് ബാറ്റബ് ആണല്ലോ, കുളിത്തൊട്ടിയ, അതിനകത്ത് ഇങ്ങനെ മുങ്ങി കടന്ന സമയത്താണ് പുള്ളിക്ക് ഈ ഐഡിയ വന്നത്. അപ്പൊ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് മാറ്ററിന്. അപ്പൊ അതാണ് ദ്രവ്യത്തിന്റെ ഒരു സവിശേഷത, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതേപോലെ തന്നെ ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് കേട്ടോ, വോളിയം. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് കല്ലുകൾ, നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട ആ രണ്ട് കല്ലുകൾ, അതിനെ ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കാനാണ് ഇവിടെ പറയുന്നത് എന്ത് വ്യത്യാസമാണ് കാണുന്നതെന്ന്. അപ്പൊ വെയിറ്റിന് വ്യത്യാസം വരും ഈ രണ്ട് കല്ലിനും അല്ലെ? വലിയ കല്ലിനായിരിക്കും ഭാരം കൂടുതൽ. അപ്പോ ദ്രവ്യത്തിന് മാസ് ഉണ്ട് കേട്ടോ, ദ്രവ്യത്തിന് മാസ് ഉണ്ടെന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. അപ്പൊ അതും ദ്രവ്യത്തിന്റെ ഒരു സവിശേഷതയാണ്, മാസ്. അപ്പൊ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള
മാറ്ററിന്റെ അളവ്, ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? അതിന്റെ മാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വായു ഒരു ദ്രവ്യമാണോ? നമ്മളോട് ചോദിച്ചേക്കുക. ആണോ കൂട്ടുകാരെ? വായു ഒരു ദ്രവ്യമാണോ? അതെ, വായുവും ദ്രവ്യം തന്നെ. കാരണം വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണമല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് വായുവും ദ്രവ്യം തന്നെ. അപ്പോ ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസിനുള്ളിൽ ഒരു ടവൽ ഉറപ്പിച്ച് വെച്ച ശേഷം ഗ്ലാസ് തലകീഴായി പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് താഴ്ത്തുക. അപ്പോൾ ടവൽ നനയുന്നുണ്ടോ? അത് ഒരു പരീക്ഷണം പറഞ്ഞേക്കുക. അപ്പം നനയത്തില്ല അല്ലേ? കാരണം ഈ ഗ്ലാസിനുള്ളിൽ എയർ ഉള്ളത് കൊണ്ട് അല്ലേ? ആ എയർ കാരണം, എയറിന്റെ പ്രഷർ കാരണം വെള്ളം കേറത്തില്ല. പക്ഷെ നമ്മള് ഗ്ലാസ് ചരിച്ചു കഴിഞ്ഞാൽ ഈ എയർ വെളിയിലോട്ട് പോകും. കുമളകളായിട്ട് പോവുകയും ചെയ്യും, പേപ്പർ നനയുകയും ചെയ്യും. ശരി. അപ്പോ ഇവിടെ വായുവിന് മാസ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതൊക്കെ ഓരോ പരീക്ഷണങ്ങളുടെ കാര്യം പറഞ്ഞേക്കുക. വായു നിറയ്ക്കാത്ത ഫുട്ബോളിന്റെ മാസും വായു നിറച്ച ഫുട്ബോളിന്റെ മാസും ഒന്ന് തന്നെ ആയിരിക്കുമോ? അല്ല. അപ്പൊ അങ്ങനെ വേണേൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലയോ? അതിനകത്ത് എത്ര വായു ഉണ്ടെന്ന് മൈനസ് ചെയ്തിട്ട് അല്ലേ? ചെറിയ വ്യത്യാസമേ വരത്തുള്ളൂ അപ്പം. അപ്പൊ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് ദ്രവ്യമെന്ന് വിളിക്കാം. ഓക്കെ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. അപ്പൊ വായു ഒരു ദ്രവ്യമാണ്, കാരണം അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ ദ്രവ്യത്തിന്റെ 3 അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പട്ടിക നമുക്ക് ഇവിടെ തന്നേക്കുക. അപ്പോ ഖരത്തിനെ കുറിച്ച്, ഖരത്തിന് നിശ്ചിത മാസ് ഉണ്ടല്ലോ അല്ലേ? ഖരത്തിന് നിശ്ചിത മാസ് ഉണ്ട്. അതേസമയം ദ്രാവകത്തിനും ഉണ്ട് അല്ലേ? അതേസമയം വാതകത്തിന്റെ കാര്യമാണെങ്കിലോ അതിനും മാസമുണ്ട് അല്ലേ? മാസമുണ്ട്, ദ്രവ്യം തന്നെയാ. അപ്പോ വ്യാപ്തത്തിന്റെ കാര്യം വരുമ്പോൾ ഖരത്തിന് ഒരു വ്യാപ്തമുണ്ട്, ഒരു നിശ്ചിത വോളിയം ഉണ്ട് ഖരം സോളിഡിന്. ഓക്കെ, അതേപോലെ തന്നെ ദ്രാവകം അതിനും ഒരു വ്യാപ്തമുണ്ട് അല്ലേ? നിശ്ചിത വ്യാപ്തമുണ്ട്. പക്ഷേ നമ്മുടെ വാതകത്തിന്റെ കാര്യം പറയുമ്പോൾ അതിന് നിശ്ചിതമായ വ്യാപ്തം ഉണ്ടോ? അത് ഉൾക്കൊള്ളുന്ന ആ ഒരു കണ്ടെയ്നർ, ഈ വായു എവിടാണോ ഉള്ളത്, ഈ വാതകം എവിടാണോ ഉള്ളത് അതിന്റെ ഷേപ്പിലല്ലേ ഇത് വരത്തുള്ളൂ. അപ്പോ നിശ്ചിത വ്യാപ്തം ഇവിടെ ഇല്ല, വാതകത്തിനില്ല. അപ്പോ ആകൃതിയുടെ കാര്യം കൂടെ നമുക്ക് നോക്കണം. ആകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ ഷേപ്പ് അല്ലേ? അപ്പോ ഖരത്തിന് ഒരു ആകൃതിയുണ്ട്, നിശ്ചിതമായ ആകൃതിയുണ്ട്. അതേസമയം ദ്രാവകത്തിന് ആകൃതി ഉണ്ടോ? ദ്രാവകത്തിന് ആകൃതി ഇല്ല അല്ലേ? അത് സൂക്ഷിക്കുന്ന ആ ഒരു കണ്ടെയ്നർ, അല്ലെങ്കിൽ എവിടാണോ ഈ വെള്ളം അല്ലെങ്കിൽ ദ്രാവകം എവിടാണോ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ഷേപ്പിലായിരിക്കും ഈ ദ്രാവകം ഇരിക്കുന്നത് അല്ലേ? ദ്രാവകം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് വാതകവും. അപ്പോ ഈ വാതകത്തിനും ദ്രാവകത്തിനും നിശ്ചിതമായ ആകൃതി ഇല്ല അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് ഒരു ചെറിയ ബോക്സിൽ മറ്റൊരു ഫാക്ട് തന്നേക്കുവാണേ. ദ്രവ്യത്തിന് പല സ്റ്റേറ്റുകളുണ്ട് കേട്ടോ. അതില് 3 സ്റ്റേറ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഖരം അല്ലെ? ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളുണ്ട് എന്ന് നമ്മളിപ്പോ പറഞ്ഞു. പക്ഷെ ഇത് 3 മാത്രമല്ല ദ്രവ്യത്തിന്റെ അവസ്ഥകൾ അല്ലേ? ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലുള്ള ദ്രവ്യമാണ്. പ്ലാസ്മ അവസ്ഥ. അപ്പോ 4ാമത്തെ അവസ്ഥയാണത് കേട്ടോ. അപ്പോ ദ്രവ്യത്തിന് ഖരം, വാതകം, ദ്രാവകം എന്നീ 3 അവസ്ഥയുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ? അപ്പൊ 4ാമത്തെ അവസ്ഥയാണ് ഏത്? പ്ലാസ്മ. ശരി. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള അവസ്ഥയും ഏത് തന്നെ? അതെ, പ്ലാസ്മ തന്നെ. അപ്പൊ നക്ഷത്രങ്ങളും നെബുലകളും എല്ലാം പ്ലാസ്മാവസ്ഥയിലാണ് ഉള്ളത്. ഉയർന്ന താപനിലയിൽ കേട്ടോ, ഉയർന്ന താപനിലയിൽ എന്താണ്? സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാവുന്നത്. നമ്മുടെ ഭൂമിയില് മിന്നലുള്ള സമയത്തും ഇതേപോലെ പ്ലാസ്മ ഉണ്ടാവും അല്ലേ? അന്തരീക്ഷത്തിലെ അയോൺസ് ഉരുകും അല്ലേ? ശരി. അപ്പോൾ
പിന്നെന്താണ്? വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റു പല അവസ്ഥകളിലും ദ്രവ്യത്തിനുള്ളതായി ശാസ്ത്രജ്ഞര് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം മറ്റവസ്ഥകളാണേ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഇതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങൾ തന്നെ. അപ്പോ മറ്റ് രൂപങ്ങള്, ദ്രവ്യത്തിന്റെ മറ്റു രൂപങ്ങൾ അറിയാവോ കൂട്ടുകാരെ? അപ്പൊ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, പ്ലാസ്മയുണ്ട്. പിന്നെന്തൊക്കെയാണ്? ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് ഉണ്ട്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയുണ്ട്, സൂപ്പർ ഫ്ലൂയിഡ് ഉണ്ട്, പിന്നെ സൂപ്പർ സോളിഡ് ഉണ്ട്, ടൈം ക്രിസ്റ്റല്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ് കേട്ടോ. 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. 5ാമത്തെ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. 6ാമത്തെ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ് കേട്ടോ. പിന്നെ നമുക്ക് മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. മാറ്റങ്ങള്. ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കൂ, എന്ത് സംഭവിക്കുന്നു എന്നാ. അപ്പം മെഴുക് ചൂടാക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ മെഴുക് നേരെ ദ്രാവകമാവോ? ദ്രാവകമായിട്ടേ വായു ആവും. അതാ. കർപ്പൂരമാണെങ്കിൽ നേരെ വാതകമാവും അല്ലേ? നമ്മുടെ മെഴുക് കുറച്ചു നേരം ചൂടാക്കി കഴിഞ്ഞാൽ അത് ദ്രാവകമാവും അല്ലേ? അതെ, ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലോട്ടാവും. പിന്നെ അത് തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഖരാവസ്ഥ തന്നെ ആവുകയും ചെയ്യും. അതേസമയം നമ്മളൊരു പേപ്പർ കത്തിച്ച് ചാരമാക്കുവാണെങ്കിലോ, അവിടെ എന്തുമായിരിക്കും സംഭവിക്കുന്നേ? അതെ, രാസമാറ്റമാ അല്ലേ? നേരത്തെ എന്തുവാ, നമ്മൾ ആ മെഴുകുതിരിയുടെ കാര്യം പറഞ്ഞപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അല്ലേ മാറ്റാൻ പറ്റും, അതിന്റെ അവസ്ഥകൾ മാറുമായിരുന്നു. പക്ഷെ ഇവിടെ അത് രാസമാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നേ. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മാറ്റങ്ങളും ഒരേ വേഗതയിലാണോ സംഭവിക്കുന്നത്? ഒരു പയറുവിത്ത് മുളയ്ക്കാൻ ഏകദേശം എത്ര സമയമെടുക്കും? പിന്നെന്തോ പറഞ്ഞേക്കുന്നേ, അത് വളർന്ന് പൂവിടാനോ കുറെ നാള് വേണം അല്ലെ? എന്നാൽ ഗ്യാസ് അടുപ്പ് കത്തുന്നതും പടക്കം പൊട്ടുന്നതും വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെ? അപ്പോ ഈ സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? നമ്മുടെ രാസമാറ്റങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നത് അല്ലെ? പെട്ടെന്നല്ല, പതുക്കെ സംഭവിക്കുന്ന ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അതേസമയം വേഗത്തിൽ നടക്കുന്ന ഒരു മാറ്റത്തിന്റെ ഉദാഹരണം എന്താണ്? നമ്മളിപ്പോ പറഞ്ഞത് തന്നെ, ഒരെണ്ണം പറഞ്ഞായിരുന്നു, പടക്കം പൊട്ടുന്നതൊക്കെ അല്ലെ? പെട്ടെന്ന് നടക്കുന്നതാ, അതും രാസപ്രവർത്തനമാ. പിന്നെ തീപ്പെട്ടി കത്തുന്നത്, അതും പെട്ടെന്ന് നടക്കുന്ന ഒരു മാറ്റം അല്ലയോ കൂട്ടുകാരെ? പിന്നെ ഇതുപോലെ കടലാസ് കത്തുന്ന കാര്യം പറഞ്ഞു, അതും ഒരു രാസമാറ്റം തന്നെ, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു രാസമാറ്റമാണ്. അതേസമയം നമ്മൾ ഈ വിത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞായിരുന്നു അല്ലെ? പയർവിത്ത് മുളയ്ക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ളത്, അത് സാവധാനത്തിൽ നടക്കുന്ന ഒരു മാറ്റമാണ് അല്ലെ? സാവധാനത്തിൽ നടക്കുന്ന ഒരു മാറ്റമാണ്. അതേപോലെ തന്നെ പാല് തൈരാവുന്ന ഇത് അല്ലെ? അതും സാവധാനത്തിൽ നടക്കുന്നതാണ്, പെട്ടെന്നല്ല. ഓക്കെ, അപ്പോ ഭൗതിക മാറ്റവും രാസമാറ്റവും എന്ന് നമുക്ക് ഇതിനെയൊക്കെ തരംതിരിക്കാൻ സാധിക്കും. അപ്പോൾ മെഴുകുരുകുമ്പോൾ അതിന്റെ രാസ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് രൂപങ്ങൾ മാറ്റാൻ സാധിക്കും. പക്ഷെ കടലാസ് കത്തുമ്പോഴോ അവിടെ രാസമാറ്റം തന്നെ സംഭവിക്കും. അപ്പൊ മെഴുകുരുകുന്നത് ഒരു ഭൗതിക മാറ്റവും കടലാസ് കത്തുന്നത് രാസമാറ്റവുമാണ്. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ല കേട്ടോ. പുതിയ ഒരു പദാർത്ഥം ഉണ്ടാകുന്നില്ല, ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നില്ല. പക്ഷെ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം കേട്ടോ, ഓരോ മോളിക്യൂൾസിന്റെയും ക്രമീകരണം, അറേഞ്ച്മെന്റ് വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ സോളിഡ് ആയിട്ടിരുന്ന മെഴുക് ചൂടാക്കി ഉരുക്കിയപ്പോഴത്തേക്കിനും വെള്ളം പോലായി അല്ലെ? ദ്രാവക അവസ്ഥയിലായി. അപ്പൊ അതിനകത്തെ കണികകള്, ആറ്റം ലെവലില് മോളിക്യൂൾസ് അല്ലെ, എങ്ങനെ ആ അടുക്കി വെച്ചതില് അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് വ്യത്യാസം വരിക. പക്ഷെ രാസമാറ്റത്തിലാണെങ്കിലോ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു. പേപ്പർ കത്തിച്ച് ചാരമായി മാറും. ചാരമായി മാറുന്ന ശരിക്കും അപ്പൊ അവിടെ ഉണ്ടാവുന്നത് കാർബൺ അല്ലയോ അല്ലെ? കാർബൺ ഡയോക്സൈഡും എല്ലാം ഉണ്ടാവുന്നുണ്ട് ഇത് കത്തുമ്പോ അല്ലേ? അതെ. അപ്പൊ വേണ്ടേ
ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നേക്കുക. പാല് തൈരാവുന്നു, പിന്നെ മെഴുകുരുകുന്നു. അപ്പൊ ഇതില് ഒന്ന് പറഞ്ഞാട്ടെ, ഏതൊക്കെയാണ് രാസിക മാറ്റങ്ങൾ, ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. അല്ലെങ്കിൽ രാസമാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പാല് തൈരാവുന്നത് അത് ഭൗതികമാണോ അതോ രാസമാറ്റമാണോ? രാസമാറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ മെഴുകുതിരി കത്തുന്നു, കത്തുന്നതാ പറയുന്നത്, ഉരുകുന്ന കാര്യമല്ല, കത്തുന്നു. അപ്പോഴ് രാസമാറ്റമാണ് കേട്ടോ, രാസമാറ്റമാണ്. പിന്നെന്താണ്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു, അതും രാസമാറ്റം തന്നെ, അല്ലയോ? പിന്നെ വിറക് കത്തുന്നു, അതും രാസമാറ്റം തന്നെ, കരിയാവുക, കാർബൺ ആവുക. അതേസമയം ഭൗതിക മാറ്റങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? മെഴുക് ഉരുകുന്നു, ജലം ഐസ് ആകുന്നു, പിന്നെന്താ, ഐസ് ഉരുകുന്നു, ഉപ്പ് ജലത്തില് ലയിക്കുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ഭൗതിക മാറ്റത്തിന്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ. ശരി, അപ്പോ ഇവിടെ നമുക്ക് പിന്നെ ഒരു ടേബിൾ തന്നേക്കും കേട്ടോ. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണികാ ക്രമീകരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലം, അവ തമ്മിലുള്ള ആകർഷണ ബലം, പിന്നെന്താ, കണികകളുടെ ചലന വേഗത, ഊർജം, അവയെക്കുറിച്ച് നമ്മളോട് ചോദിച്ചേക്കുക. അപ്പോ കൂട്ടുകാരെ, നമ്മുടെ കണികൾ തമ്മിലുള്ള അകലം, മോളിക്യൂൾസ് തമ്മിലുള്ള അകലം ഖരത്തിലാണെങ്കിൽ വളരെ കുറവായിരിക്കും അല്ലെ? അതുകൊണ്ടാണല്ലോ അതിന് ഒരു സ്ഥിരമായിട്ടൊരു ഷേപ്പ് ഒക്കെ ഉള്ളത് അല്ലേ? ദ്രാവകത്തിലാണെങ്കിലോ? ദ്രാവകത്തില് എങ്ങനെ കണികൾ തമ്മിലുള്ള അകലം അത്ര കുറവല്ല അല്ലേ? കുറച്ചുണ്ട്, കുറച്ച് അകലമുണ്ട്. അതെ, ഒരു മീഡിയം ലെവലില്. പക്ഷെ വാതകമാണെങ്കിലോ ഒരുപാട് അകലമുണ്ട്, വളരെ കൂടുതലാണ്. ഇനി ആകർഷണ ബലത്തിന്റെ കാര്യം നോക്കിയാലോ, ഖരത്തിൽ വളരെ അടുത്തടുത്ത ഇതിന്റെ മോളിക്യൂൾസ്, തന്മാത്രകൾ അടുക്കി വെച്ചേക്കുന്നത്. അതേസമയം ദ്രാവകത്തിലാണെങ്കിൽ ഖരത്തെ അപേക്ഷിച്ച് കുറവ്, എന്നാലും കുഴപ്പമില്ല അല്ലേ? ആകർഷണ ബലം മറ്റേതിനെ അപേക്ഷിച്ച് കുറവാണെന്നേ ഉള്ളൂ. ഉണ്ട് അവിടെ ആകർഷണ ബലം. പക്ഷെ വാതകത്തിന്റെ കാര്യം വരുമ്പോൾ വളരെ കുറവാണ്. പിന്നെ കണികകളുടെ ചലനം, വേഗം, അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഖരത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണല്ലോ അത് സോൾഡ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ദ്രാവകത്തിലാണെങ്കിൽ കൂടുതലാണ് ചലനം, വാതകത്തിലാണെങ്കിൽ വളരെ കൂടുതലാണ് അല്ലേ? കണികകളുടെ ഊർജത്തിന്റെ കാര്യം പറഞ്ഞാലോ കുറവാണ് ഖരത്തില്. ദ്രാവകത്തില് ഖരത്തെ അപേക്ഷിച്ച് കൂടുതൽ, വാതകത്തിലാണെങ്കിൽ വളരെ അധികം കൂടുതൽ തന്മാത്രകളുടെ ഊർജം. ഓക്കെ, അപ്പോ ഖരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക. കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജത്തിനും എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചേക്കുക. അപ്പൊ ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജത്തിനും എന്താണ് സംഭവിക്കുക? ഈ അകലത്തിന് എന്തോ സംഭവിക്കും? കൂടുമോ കുറയോ? കൂടും അല്ലേ? എനർജി, ഹൈ എനർജി സ്റ്റേറ്റിലോട്ടാവുമല്ലേ ചൂട് കൊടുക്കുമ്പോ? അതൊരു എനർജി അല്ലേ ചൂട്, ഹീറ്റ് എനർജി. അപ്പോ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും മോളിക്യൂൾസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടാവും അല്ലെ? കൂടുതൽ എനർജി ആവും. അങ്ങനെ അപ്പം ഇത് തമ്മിലുള്ള അകലം വർദ്ധിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ ആവിയായിട്ട് മാറുന്നത് അല്ലേ? എനർജി വർദ്ധിക്കുക അവിടെ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു കൂട്ടുകാരെ നമ്മൾ പറഞ്ഞേ? ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ അവിടെ എന്തുവാ സംഭവിക്കുന്നത്? കണികകൾ തമ്മിലുള്ള അകലം കൂടുവാണോ കുറയുവാണോ? കൂടുകയാണ് അല്ലെ? വർദ്ധിക്കുകയാണ്. അപ്പോ കണികകളുടെ ഊർജമാണെങ്കിലോ അതും വർദ്ധിക്കുക തന്നെ അല്ലേ? അല്ല, ഊർജം കൂടുതലായോണ്ട് ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, വെള്ളം തിളപ്പിക്കുമ്പോൾ. അപ്പോ നമ്മുടെ വെള്ളത്തില് ഖരത്തെ അപേക്ഷിച്ച് കുറച്ച് കൂടി എന്താണ് ഊർജം ഉണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചൂടാക്കുമ്പോഴത്തേനും വളരെയധികം ഊർജം കൂടും. അപ്പോ ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് ആവുക, വാട്ടർ വേപ്പർ ആയിട്ട് മാറും അല്ലേ?
അപ്പോ ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലവും കണികകളുടെ ഊർജവും എനർജിയും വർദ്ധിക്കുകയും ക്രമേണ അത് ദ്രാവകത്തിന്റെ കണികാ ക്രമീകരണം കൈവരിക്കുകയും ചെയ്യുന്നു. അപ്പോ ഖരം താപം ആഗിരണം ചെയ്യുന്നു. അത് എന്തായിട്ട് മാറുക? താപം എടുത്ത് ദ്രാവകമായിട്ട് മാറുന്നു. ഇപ്പൊ ഐസ് അല്ലേ, ഐസ് ചൂടാകുമ്പോൾ ദ്രാവകമാവും, വാട്ടർ ആവുന്നു. പിന്നെയും ഈ താപം ആഗിരണം ചെയ്യുവാണെങ്കിലോ ദ്രാവകം, അത് വാതകമായിട്ട് മാറുന്നു. താപം ആഗിരണം ചെയ്ത് വാതകമായിട്ട് മാറുന്നു. അപ്പോ ഈ വാതകത്തിനെ നമ്മൾ തണുപ്പിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ചൂടിനെ താപ ഊർജം വലിച്ചെടുത്തിട്ടാണല്ലോ ഇത് വായുവായിട്ട് മാറിയത് അല്ലേ? ആ ഒരു സ്റ്റേറ്റിലോട്ട്, വാതകത്തിന്റെ സ്റ്റേറ്റിലോട്ട് മാറിയത്. അപ്പോ വാതകത്തെ നമ്മൾ തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ പറ്റും? ആ താപത്തിനെ വെളിയിലോട്ട് വിടും. അതിനകത്തെ തന്മാത്രകൾ താപത്തെ പുറത്തോട്ട് വിടുകയും ചെയ്യും. അപ്പൊ എന്തോ സംഭവിക്കും? അത് ദ്രാവകമായിട്ട് മാറും. അപ്പൊ കണികകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു. കണികകളുടെ ഊർജം കുറയുന്നു. അങ്ങനെ അത് ദ്രാവകമായിട്ട് മാറും തണുപ്പിക്കുമ്പോൾ. ഈ ദ്രാവകത്തെ നമ്മൾ പിന്നെയും തണുപ്പിക്കുമ്പോൾ എന്തോ സംഭവിക്കും? ഈ എനർജി, ഈ ഹീറ്റ് എനർജി അത് വെളിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിട്ട് മാറും? ഖരമായിട്ട് മാറും അല്ലേ? വെള്ളത്തിനെ നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാൽ അത് ഖരമായി മാറും. കർപ്പൂരം, ഇതൊക്കെ നമ്മുടെ സ്ഥിരം ചോദ്യം വരുന്നതാണ്. കർപ്പൂരം, നാഫ്തലിൻ അല്ലെങ്കിൽ പാറ്റഗുളിക കേട്ടോ, തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു അല്ലേ? ഇടയിലുള്ള സ്റ്റേറ്റിലോട്ട് മാറുന്നില്ല, ദ്രാവകമാവുന്നില്ല. അതുകൊണ്ട് ഇതിനെ ഉൽപ്പതനം എന്ന് പറയും. അതായത് സബ്ലിമേഷൻ കേട്ടോ. അപ്പൊ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾ ചൂടാവുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോ ഒരവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനെ നമ്മൾ അവസ്ഥാ പരിവർത്തനം എന്നാണ് പറയുന്നത് കേട്ടോ. അവസ്ഥാ പരിവർത്തനം. അപ്പൊ ഈ അവസ്ഥാ പരിവർത്തനം ഭൗതിക മാറ്റമാണോ അതോ രാസമാറ്റമാണോ കൂട്ടുകാരെ? ഭൗതിക മാറ്റമല്ലേ? അതുകൊണ്ടല്ലേ തിരിച്ചും നമുക്ക് പഴയ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്നത്, ഇല്ലയോ? അതെ. അപ്പോ അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജ്ജമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തു വിടുന്നത്? അത് നമ്മൾ പറഞ്ഞു, താപ ഊർജ്ജം അല്ലയോ? താപ ഊർജ്ജമാണ്. അപ്പൊ താപം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും കണികകളുടെ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കുന്നു? താപം സ്വീകരിക്കുമ്പോൾ കണികകളുടെ ഊർജ്ജം വർദ്ധിക്കുന്നു. അപ്പൊ ഇത് കണികകളെ കൂടുതൽ വേഗത്തിലും ചലിക്കാനും പരസ്പരം അകലം കൂടാനും സഹായിക്കും. താപം പുറത്തു വിടുമ്പോഴോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, കണികകളുടെ ഊർജ്ജം കുറഞ്ഞ് ഇത് കണികകളുടെ ചലനം കുറയ്ക്കുകയും അങ്ങനെ അവ ഈ തന്മാത്രകൾ കണികകൾ അടുത്ത് വരികയും ചെയ്യുന്നു. ഓക്കെ. അപ്പോ ഇവിടെ പിന്നെയും ഒരു പരീക്ഷണം ഇങ്ങനെ പറഞ്ഞേക്കുക. ഒരു ടൈലിന് മുകളിലായി അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ വെച്ച ശേഷം അതിന്റെ നടുവിലായി അല്പം ഗ്ലിസറിൻ ഒഴിക്കുക. നിരീക്ഷണം രേഖപ്പെടുത്തുക. അപ്പൊ എന്തുമായിരിക്കും അവിടെ സംഭവിക്കുന്നത്? കൂട്ടുകാരെ, പൊട്ടാഷ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും ചേരുമ്പോൾ കേട്ടോ അവിടെ രാസപ്രവർത്തനം നടക്കും. അപ്പോ രാസപ്രവർത്തനത്തിന്റെ ഒപ്പം തന്നെ ഭയങ്കരമായ ചൂടും കൂടെ അവിടെ ഉണ്ടാവും. അപ്പൊ അത് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രോസസ് ആണ് കേട്ടോ. അപ്പം താപം പുറത്തു വിടുകയും അത് തീ കത്താൻ കാരണമാവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഈ പ്രവർത്തന ശേഷം കത്തിക്കഴിയുമെന്ന് പറഞ്ഞല്ലോ, കത്തിക്കഴിയുമ്പോൾ ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അറിയാലോ എന്ത് നിറമാണെന്ന്? ഒരു വയലറ്റ് കലർന്ന നിറമല്ലേ? ഒരു നമ്മുടെ വെള്ളമൊക്കെ ശുദ്ധീകരിക്കാനൊക്കെ ഇടുന്ന സാധനമായത്, KMnO4. അറിയാലോ അത്? അതെ. അപ്പോ ഇത് കത്തിക്കരിയും, കരിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ നിറമൊക്കെ മാറും. എന്തായിട്ട് മാറും? കാർബൺ ആവും അല്ലേ? അപ്പോ ബ്ലാക്ക് കളറിലോട്ടാവും. അതാണ് കേട്ടോ. അപ്പൊ എക്സോതെർമിക് റിയാക്ഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു പരീക്ഷണം പറഞ്ഞേക്കുക. 2 ബീക്കറുകളിൽ ജലമെടുത്ത് ഒന്നിൽ പ്രവർത്തനത്തിന് മുന്നേ ഉള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ 2ഓ 3ഓ തരിയും
അടുത്തതില് ഈ പ്രവർത്തന ശേഷം ലഭിച്ച ഉൽപ്പന്നത്തിന്റെ 2ഓ 3ഓ തരിയും ചേർക്കുക. അപ്പൊ എന്ത് മാറ്റമായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഒന്നുമില്ല. ആദ്യത്തേനകത്ത് മറ്റേ ഒരു ബ്ലൂയിഷ് നിറം ഇറങ്ങി വരും. രണ്ടാമത്തേനകത്ത് എന്തോ ഒന്നും അങ്ങനത്തെ നിറമായിട്ടൊന്നും വരത്തില്ല. കാരണം അത് പുതിയൊരു പദാർത്ഥമാ. രാസമാറ്റത്തിലല്ലയോ പുതിയ പദാർത്ഥം ഉണ്ടായി. രാസമാറ്റമാ തീ കത്തിയപ്പോ ഉണ്ടായത്. അതുകൊണ്ട് അതിന്റെ നിറം ഇളകുന്നില്ല. പക്ഷെ ആദ്യമേ എന്താണ്? ആദ്യത്തെ നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് തന്നെ ഇടുമ്പോൾ അതിന്റെ നിറം ഇളകും. അല്ലെ? ഒരു പിങ്ക് നിറത്തിലോട്ട്. ഓക്കെ. അപ്പോ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങള് അഭികാരകങ്ങള് അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ്. പുതിയതായിട്ട് ഉണ്ടാവുന്ന പദാർത്ഥമോ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങള് അഭികാരകം അഥവാ റിയാക്റ്റൻസ് എന്നും പുതിയതായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങള് ഉൽപ്പന്നങ്ങൾ പ്രോഡക്ട്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ്? നമ്മുടെ താപരാസ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതാ അല്ലെ? അത് നമ്മൾ എക്സോ തെർമിക് റിയാക്ഷൻസ് ആ പറഞ്ഞ. അപ്പൊ ഇവിടെ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് കൊടുത്തേക്കുവാണ്. അപ്പോ ഒരു ടെസ്റ്റ് ട്യൂബില് ഒരു കഷ്ണം മാഗ്നീഷ്യം എടുത്ത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമ്മളോട് ചോദിച്ചേക്കുക. എന്തായിരിക്കും കൂട്ടുകാരെ? അവിടെ എന്ത് വാതകം ഉണ്ടാവും അല്ലേ? ഒരു വാതകം ഉണ്ടാവും, ഹൈഡ്രജൻ. അപ്പൊ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് വാതക കുമിളകൾ ഉണ്ടാവും. അത് മാത്രമല്ല ആ ഒരു ടെസ്റ്റ് ട്യൂബ് ഒരു ചൂടാവുകയും ചെയ്യും. അപ്പോ ഒരു കത്തിച്ച തീപ്പെട്ടിക്കോല് ഈ ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് കൊണ്ടുവന്നാല് ഒരു സൗണ്ട് കേൾക്കാം, ടപ്പ് എന്നൊരു സൗണ്ട് കേൾക്കാം. അതെന്തുകൊണ്ടായിരിക്കും? ഈ വാതകം കത്തുന്ന വാതകമാണ് അല്ലെ? ഹൈഡ്രജൻ വാതകം കത്തും. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്. ഓക്കെ. എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കൂട്ടുകാരെ? നമ്മൾ മുമ്പേയും പറഞ്ഞതാ. എന്താണ്? ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി താപം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളാണ് എക്സോതെർമിക് റിയാക്ഷൻസ് അഥവാ താപമോചക പ്രവർത്തനം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ താപ ആഗിരണ പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു. നമ്മൾ മുമ്പേ എക്സോതെർമിക്കിന്റെ കാര്യമാണ് പറഞ്ഞേ. അപ്പൊ ഇവിടെ എൻഡോതെർമിക് റിയാക്ഷൻസ് കേട്ടോ. താപ ആഗിരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ. അപ്പൊ രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആഗിരണം ചെയ്യുവാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ താപാകിരണ പ്രവർത്തനം എന്ന് അറിയപ്പെടുന്നു. അപ്പോ താപമോചക പ്രവർത്തനങ്ങൾ നമ്മളിപ്പോ പറഞ്ഞായിരുന്നു അല്ലെ? പൊട്ടാഷ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള പ്രവർത്തനം. അത് നല്ല കത്തും അല്ലെ? തീ കത്തും. പിന്നെ എന്താണ്? മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം. അവിടെയും ടെസ്റ്റ് ട്യൂബ് ചൂടായിരുന്നു. അപ്പോ താപ ആഗിരണ പ്രവർത്തനത്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുത്ത് നന്നായി ചൂടാക്കുക. ഈ ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിച്ചു നോക്കൂ. അപ്പോ എന്താണ് നിരീക്ഷിച്ചത്? അപ്പോ ഇത് കത്തുവാണ് അല്ലേ? അപ്പൊ ഇവിടെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണെന്ന് അതാ ചോദിച്ചേക്കുന്നത്. ഓക്സിജൻ ആണ് കേട്ടോ. ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടെങ്കിലല്ലേ തീ നല്ലപോലെ പിടിക്കത്തുള്ളൂ. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് വിഘടിച്ച് അവിടെ ഓക്സിജൻ വാതകം ഉണ്ടാവുകയാണ് കേട്ടോ. ഓക്സിജൻ വാതകം. അങ്ങനെയാണ് ആ ചന്ദനത്തിരി അവിടെ കത്താൻ കാരണം. അപ്പോ മറ്റൊരു പ്രവർത്തനം കൂടെ ഇവിടെ കൊടുത്തേക്കുക. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം അമോണിയം ക്ലോറൈഡ് എടുക്കുക. അതിലേക്ക് അല്പം ബേരിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് ഇളക്കുക. അപ്പോ വാച്ച് ഗ്ലാസിന്റെ അടിഭാഗം തൊട്ടു നോക്കാൻ പറയുക നമ്മളോട്. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? അതും ഒരു അവിടെ താപോർജ്ജം പുറത്തു വിടുകയാണോ ആഗിരണം ചെയ്യുകയാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ എന്തുമായിരിക്കും സംഭവിക്കുന്നത്? ആ വാച്ച് ഗ്ലാസ് തണുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ. ആ വാച്ച് ഗ്ലാസിന്റെ അടിഭാഗം തണുത്തു പോകും. അപ്പോൾ അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും ചേരുമ്പോൾ വാച്ച് ഗ്ലാസിന്റെ അടിഭാഗം തണുക്കും. അപ്പൊ ഇവിടെ താപോർജ്ജം ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു താപ ആഗിരണ പ്രവർത്തനമാണ് അഥവാ എൻഡോതെർമിക് റിയാക്ഷൻ ആണ് കേട്ടോ.
അപ്പോ അത്രയും ഓക്കെ ആയല്ലോ, എൻഡോതെർമിക് റിയാക്ഷനും എക്സോതെർമിക് റിയാക്ഷനും. അപ്പോ താപ ഊർജം പുറത്തു വിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങളാണ് പൊതുവായി താപരാസപ്രവർത്തനങ്ങൾ അഥവാ തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്തതായി പ്രകാശ രാസപ്രവർത്തനം അഥവാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പറയുവാണ്. ഒരു വാച്ച് ഗ്ലാസ്സിൽ അല്പം സിൽവർ നൈട്രേറ്റ് ലായനി എടുത്ത് അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. ഉണ്ടാകുന്ന ഉൽപ്പന്നം 2 കഷ്ണം പഞ്ഞിയിൽ മുക്കി ഒന്ന് കറുത്ത കടലാസിൽ പൊതിഞ്ഞും മറ്റേത് തുറന്നും വയ്ക്കുക. അല്പസമയത്തിന് ശേഷം നമ്മുടെ നിരീക്ഷണം രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഈ സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിച്ച് സിൽവർ ക്ലോറൈഡ് ഉണ്ടാവുക. അപ്പൊ സിൽവർ ക്ലോറൈഡ് പ്രകാശം ആഗിരണം ചെയ്ത് വിഘടിച്ച് സിൽവർ ഉണ്ടാവുന്നതാണ് തുറന്നു വെച്ച പഞ്ഞി കറുത്തു പോവാൻ കാരണം കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ? എന്താണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷന്? ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ഈ പറഞ്ഞ പരീക്ഷണത്തില് സിൽവർ ക്ലോറൈഡ് പ്രകാശം ആഗിരണം ചെയ്ത് വിഘടിച്ച് സിൽവർ ഉണ്ടാകുന്നതിനാലാണ് നമ്മുടെ ആ പഞ്ഞി കറുത്തു പോകുന്നത്. അപ്പോൾ പ്രകാശ ഊർജമാണ് ഇവിടെ നിറമാറ്റത്തിന് കാരണം കേട്ടോ. പ്രകാശ ഊർജമാണ് ഇവിടെ നിറമാറ്റത്തിന് കാരണം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള എന്താണ്? ഫോട്ടോസിന്തസിസ് അഥവാ നമ്മുടെ പ്രകാശ സംശ്ലേഷണം. അപ്പോ എന്താണ് ഇവിടെ? അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് അല്ലെ അഭികാരങ്ങള്, റിയാക്ടൻസ്. അപ്പോൾ അത് നമ്മുടെ ചെടിയില് ക്ലോറോഫിൽ ഉപയോഗിച്ചാണ് അല്ലെ ഈ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പൊ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? ഉൽപ്പന്നങ്ങള് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഉൽപ്പന്നങ്ങൾ അല്ലെ, ഗ്ലൂക്കോസും ഓക്സിജനും. അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് ആണ് അന്നജമായി മാറി സസ്യഭാഗങ്ങളിൽ ശേഖരിക്കപ്പെടുന്നത്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന പ്രവർത്തനമാണ് എന്ത്? നമ്മുടെ ഈ പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിലും ഏത് ഊർജമാണ് ആഗിരണം ചെയ്യുന്നത്? പ്രകാശ ഊർജം അല്ലേ. അപ്പോ ഈ പ്രക്രിയയില് പ്രകാശ ഊർജം രാസ ഊർജമായി മാറുന്നു. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിലും ഈ ഫോട്ടോസിന്തസിസിലും പ്രകാശോർജമാണ് ആഗിരണം ചെയ്യുന്നത്. പ്രകാശം പുറത്തുവിടുന്ന രാസപ്രവർത്തനം പരിചയമുണ്ടോ എന്ന് ചോദിച്ചേക്കോ നമ്മളോട്. അതായത് മിന്നാമിനിങ് അല്ലെ, മിന്നാമിനിങ്ങിലൊക്കെ എങ്ങനെയാണ് പ്രകാശം പുറപ്പെടുന്നത്? മിന്നാമിനിങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫെറേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെ ലൂസിഫെറിൻ എന്ന രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. ഈ പ്രതിഭാസം ജൈവദീപ്തി അഥവാ ബയോലൂമിനിസെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ച് പ്രകാശ തീവ്രത വ്യത്യാസപ്പെടുത്താൻ മിന്നാമിനിങ്ങിന് കഴിയും. ചിലയിനം കടൽ ജീവികളും പുഴുക്കളും ഈ ബയോലൂമിനിസെൻസ് അഥവാ ജൈവദീപ്തി പ്രദർശിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രകാശ ഊർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ നമുക്ക് എങ്ങനെ വിളിക്കാം? പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ ചില മരുന്നുകൾ ബ്രൗൺ നിറമുള്ള കുപ്പികൾ സൂക്ഷിക്കുന്നതിന് കാരണം അപ്പൊ എന്തുമായിരിക്കും? ചില മരുന്നുകൾ ബ്രൗൺ നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കാൻ ഉള്ള കാരണം എന്തായിരിക്കും? പ്രകാശം ആയിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ രാസമാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള മരുന്നുകളായിരിക്കും അത്. അതുകൊണ്ടാണ് അത് ബ്രൗൺ കുപ്പികളിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ പ്രകാശത്തെ തടയുകയും ആ മരുന്നിന്റെ കെമിക്കൽ കമ്പോസിഷൻ രാസഘടന സംരക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ സിൽവർ നൈട്രേറ്റ് സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? അതും ഇതുപോലെ പ്രകാശമായിട്ട് സമ്പർക്കത്തിൽ വരും അല്ലെ. അങ്ങനെ വിഘടിച്ച് സിൽവർ മെറ്റലായിട്ട് മാറും. സിൽവർ നൈട്രേറ്റ് സിൽവർ മെറ്റലായിട്ട് മാറും. അതുകൊണ്ട് ആ രാസപ്രവർത്തനം തടയാനാണ് സിൽവർ നൈട്രേറ്റ് സുതാര്യമായ കുപ്പികളിൽ സൂക്ഷിക്കാത്തത്. ഓക്കെ,
അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള പ്രവർത്തനം എന്ന് വെച്ചാൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് കേട്ടോ. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർക്കാൻ പറ്റുന്നത്? ബാറ്ററി അല്ലേ? ഇലക്ട്രോലൈറ്റിക് സെല്ല്, ബാറ്ററി, ഇതെല്ലാം തന്നെ ഇത്തരം പ്രവർത്തനത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിന്റെ ഭാഗങ്ങൾ കണ്ടോ? ഡ്രൈ സെല്ല് നമ്മുടെ ബാറ്ററിയുടെ ഭാഗങ്ങളാണ്. ഒരു ഇൻസുലേഷൻ ഭാഗമുണ്ട്, പോസിറ്റീവ് ടെർമിനൽ, അമോണിയം ക്ലോറൈഡ് പേസ്റ്റ്, കാർബൺ ദണ്ട്, പിന്നെന്താണ് സിങ്ക് പാത്രം താഴെ നെഗറ്റീവ് ടെർമിനല്, പിന്നെന്താണ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് കാർബൺ പൗഡർ. അപ്പൊ ഡ്രൈ സെല്ലിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഡ്രൈ സെല്ലിൽ നടക്കുന്ന പ്രക്രിയ എന്താണ്? രാസ-ഊർജം വൈദ്യുതോർജമായി മാറുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ? അപ്പോ ഒരു ബീക്കറില് ഉപ്പുലായനി, ഗാഢ ഉപ്പുലായനി, സോഡിയം ക്ലോറൈഡ് എടുക്കുക. അതിൽ 3-4 തുള്ളി ഫിനോൾഫ്തലീൻ ചേർക്കുക. ഒരു ബാറ്ററിയുടെ ഇരു ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ചെമ്പ് കമ്പികളുടെ അഗ്രങ്ങൾ ലായനിയിൽ മുക്കി വയ്ക്കുക. അപ്പൊ എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത്? എന്താണ് ഈ പരീക്ഷണത്തില്? പറയാ കൂട്ടുകാരെ. അപ്പോ ഈ ചെമ്പ് കമ്പികളുടെ അഗ്രങ്ങൾ ലായനിയിൽ മുക്കുമ്പോൾ ഫിനോൾഫ്തലീൻ ചേർത്ത ഉപ്പ് ലായനി പിങ്ക് നിറമായിട്ട് മാറും. അപ്പൊ പിങ്ക് നിറം എന്തിനാ സൂചിപ്പിക്കുന്നത്? പിങ്ക് നിറം സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ ഒരു ക്ഷാരഗുണമുള്ള വസ്തു, സോഡിയം ഹൈഡ്രോക്സൈഡ്, അപ്പൊ അതിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോലൈസിസ് പ്രക്രിയയിൽ സോഡിയം ക്ലോറൈഡ് ലായനിയിൽ നിന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. സോഡിയം ക്ലോറൈഡ് ലായനിക്ക് വിഘടനം സംഭവിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് ഉൽപ്പന്നമായിട്ട്, ക്ഷാരം ഉൽപ്പന്നമായിട്ട് ഉണ്ടാകുന്നു. അപ്പൊ ഇതാണ് ലായനിക്ക് പിങ്ക് നിറം വരാൻ കാരണം. വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാവുന്ന രാസപ്രവർത്തനം വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ് എന്ന് അറിയപ്പെടുന്നു കേട്ടോ. ആസിഡ് ചേർത്ത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നു കേട്ടോ. ഇതൊരു വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണ് കേട്ടോ, ഇലക്ട്രോലൈസിസ്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച്, അതായത് ഈ വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് സ്വർണം പൂശാറുണ്ട്, ആഭരണങ്ങൾ സ്വർണം പൂശാറുണ്ട്. പിന്നെ എന്താണ്, സ്പൂണൊക്കെ അതിന്റെ ആ കോട്ടിങ് അത് ചെയ്യാറുണ്ട്. പിന്നെ വെള്ളി പൂശിയെടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇവിടെ ഒരു ഇത് കാണിച്ചേക്കുക എങ്ങനെയാണ് ഈ ചെമ്പ് പൂശുന്നത്, ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നത് എങ്ങനെയാണ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇരുമ്പ് വളയിലാണല്ലോ ചെമ്പ് പൂശേണ്ടത്. അപ്പൊ ഇരുമ്പ് വള നെഗറ്റീവായിട്ട് എടുത്തേക്കുക, കാഥോഡായിട്ട് എടുത്തേക്കുക. അതേസമയം ആനോഡായിട്ട് എടുത്തേക്കുന്നതോ നമ്മുടെ ചെമ്പ് തകിട് ഏതാണോ ഉരുകി ചെല്ലേണ്ടത് അതാണ് പോസിറ്റീവ് ചാർജുമായിട്ട് ഘടിപ്പിച്ചേക്കുന്നത്. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വളയ്ക്ക് മുകളിൽ ചെമ്പിന്റെ ചുവപ്പ് നിറം വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ചെമ്പിന് പകരം വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ ഏത് ലോഹത്തകിടാണ് പോസിറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കേണ്ടത്? വെള്ളിയാ അല്ലെ? വെള്ളിത്തകിട് ഉപയോഗിക്കണം. അപ്പൊ പൂശേണ്ട ലോഹത്തിന്റെ തകിടാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത്. അതേ ലോഹത്തിന്റെ ഒരു ലവണം ജലത്തിൽ ലയിപ്പിച്ച ലായനി ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ ഇരുമ്പ് വളയിൽ വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് വെള്ളിത്തകിട് ഘടിപ്പിച്ച് സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും ലായനികളുടെ മിശ്രിതം ഉപയോഗിക്കണം. അതേസമയം സ്വർണമാണ് പൂശേണ്ടതെങ്കിൽ സ്വർണത്തകിട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് ബന്ധിപ്പിക്കുകയും ഗോൾഡ് സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും ലായനി ഉപയോഗിക്കുകയും വേണം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഗോൾഡ് ഒരു സോളിഡ് ആണോ അതോ ഒരു ലായനിയാണോ? ലായനിയാണ് കേട്ടോ. സ്വർണ്ണമാണ് പൂശേണ്ടതെങ്കിൽ സ്വർണ്ണത്തകിട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് ബന്ധിപ്പിക്കുകയും ഗോൾഡ് സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും ലായനി ഉപയോഗിക്കുകയും വേണം.
അപ്പോ ഈ വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനം എങ്ങനെ അറിയപ്പെടുന്നു? ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെ? ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? ഈ ബാറ്ററി നമ്മുടെ രാസ ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ചെറുനാരങ്ങ കൊണ്ട് ബാറ്ററി. അപ്പോ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചെറുനാരങ്ങകൾ അടുക്കി വെച്ച് അതിൽ സിങ്ക്, കോപ്പർ ആണികൾ ക്രമീകരിച്ച് ചെമ്പ് കമ്പികൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം ഒരു LED-യുമായിട്ടും ഇതിനെ ബന്ധിപ്പിക്കുക. അപ്പൊ LED പ്രകാശിക്കും അല്ലേ? അപ്പൊ എങ്ങനെയാ ഈ LED പ്രകാശിച്ചത്? ഇവിടെ എന്തൊക്കെ ആണികളാണ് ഉപയോഗിച്ചത്? സിങ്ക് അല്ലേ? സിങ്കും കോപ്പറും ആണികൾ ഉപയോഗിച്ചു. അപ്പൊ ചെറുനാരങ്ങയിൽ ആസിഡ് ഉണ്ട്. ഏത് ആസിഡാണ് കൂട്ടുകാരെ? സിട്രിക് ആസിഡ് അല്ലേ? അപ്പൊ ഈ ആസിഡ് ഈ സിങ്കുമായിട്ടും കോപ്പറുമായിട്ടും പ്രവർത്തിച്ച് അവിടെ ഇലക്ട്രോണിന്റെ ഫ്ലോ ഉണ്ടാവുക, ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുത ഊർജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? വൈദ്യുത രാസപ്രവർത്തനം അഥവാ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ രാസപ്രവർത്തനം നടക്കുമ്പോഴും പലതരത്തിലുള്ള ഊർജ്ജ രൂപം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് രാസപ്രവർത്തനങ്ങൾ നമുക്ക് തന്നേക്കുക. പദാർത്ഥങ്ങളുടെ ജ്വലനം, അവിടെ എന്തോ സംഭവിക്കുന്നേ? താപം പുറത്തു വിടുകയും ചെയ്യും, അവിടെ കരി രൂപപ്പെടും അല്ലെ? കാർബൺ. പിന്നെ പദാർത്ഥങ്ങളുടെ ചൂടേറ്റുള്ള വിഘടനം, അവിടെ എന്താണ്? താപം ആഗിരണം ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ജൈവദീപ്തി, പ്രകാശം പുറത്തു വിടുന്നു അല്ലെ? അൾട്രാവയലറ്റ് കിരണങ്ങള് അബ്സോർബ് ചെയ്ത് അല്ലെ? ഓക്സിജന്റെയും കൂടെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ജൈവദീപ്തി സംഭവിക്കുന്നത്. പിന്നെ ചെറുനാരങ്ങ കൊണ്ടുള്ള സെല്ല്, അവിടെ എന്തുവാണ് മാറ്റം? എന്താണ് ഊർജ്ജമാറ്റം? ഈ രാസ ഊർജം വൈദ്യുത ഊർജമായിട്ട് പുറത്തേക്ക് വരിക. പിന്നെ അടുത്ത എന്താണ്? നമ്മുടെ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. അവിടെ എന്തുവായിരുന്നു സംഭവിച്ചത്? വൈദ്യുതി ആഗിരണം ചെയ്ത് അവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും അല്ലെ? അപ്പോൾ ദ്രവ്യ രൂപങ്ങളെക്കുറിച്ചും അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ മനുഷ്യജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നതും അല്ലാത്തവയും ഇതിലുണ്ട്. അപ്പോ ഏതൊക്കെയാണ് കൂട്ടുകാരെ നമ്മളിപ്പോ പറഞ്ഞതിൽ മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലേ? ഇലക്ട്രോപ്ലേറ്റിംഗ് ഉപയോഗിക്കാം. പിന്നെ ഇലക്ട്രോളിസിസ് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ആ ഗ്യാസുകൾ ഉണ്ടാക്കിയെടുക്കാം അല്ലെ? അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഈ ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പദാർത്ഥങ്ങളിലെ കണികാ ക്രമീകരണത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? ഖരം ദ്രാവകമാകുന്നു. അവിടെ എന്തോ പറ്റും? കണികകൾക്ക് കൂടുതൽ ചലന സ്വാതന്ത്ര്യം ലഭിക്കുകയും അവ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ചെയ്യുന്നു. ദ്രാവകം വാതകമാകുമ്പോഴോ കണികകൾക്ക് കൂടുതൽ ചലന സ്വാതന്ത്ര്യം ലഭിക്കുകയും തമ്മിലുള്ള അകലം വളരെ കൂടുകയും ചെയ്യുന്നു. വാതകം ദ്രാവകമാകുമ്പോഴോ കണികകൾ തമ്മിലുള്ള അകലം കുറയുകയും അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം കുറയുകയും ചെയ്യുന്നു. അപ്പൊ അടുത്തത് രാസപ്രവർത്തനങ്ങളുടെ കാര്യമാണ്. അപ്പോൾ അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും ചേരുമ്പോൾ താപ ഊർജം ആഗിരണം ചെയ്യുക അല്ലെ? എൻഡോതെർമിക് റിയാക്ഷൻ, തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നു, അതെന്താണ്? അവിടെ വൈദ്യുതോർജം ഉപയോഗിക്കുക അല്ലെ? വൈദ്യുത വിശ്ലേഷണമാണ്. മിന്നാമിനുങ്ങ് മിന്നുന്നു, അവിടെയോ പ്രകാശോർജം പുറത്തു വിടുന്നു അല്ലെ? രാസപ്രവർത്തനത്തിലൂടെയുള്ള പ്രകാശോർജ ഉൽപാദനം. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നു, അത് താപോർജനം ആഗിരണം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ചെറുനാരങ്ങ ഉപയോഗിച്ച് LED പ്രകാശിപ്പിക്കുന്നു, അത് രാസ ഊർജം വൈദ്യുതോർജമായി മാറുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിന് മുകളിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ എടുത്ത് ചൂടാക്കുന്നു. അപ്പോ ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്ത് എരിയുന്ന ചന്ദനത്തിരി കൊണ്ടുവരുന്നു. എന്താ നിരീക്ഷിക്കുന്നത്? അത് കത്തും അല്ലേ? അപ്പോ അവിടെ ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് അത് കത്തിപ്പിടിക്കുന്നത്. പിന്നെന്താണ്? സിൽവർ നൈട്രേറ്റ് മുക്കി വെയിലത്ത് വെച്ച ഒരു വെളുത്ത തുണി കറുത്തു പോകുന്നു. അപ്പൊ അതെന്തുകൊണ്ടാ? പ്രകാശോർജം കാരണമാണ് അല്ലേ അവിടെ ഈ മാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ സിൽവർ മെറ്റലായിട്ട് മാറുക, സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവർ മെറ്റലായിട്ട് മാറുന്നതുകൊണ്ടാണ്. പിന്നെന്താണ്? സോഡിയം ലോഹം ജലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നു. അപ്പോ
ഇതിലെ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? അഭികാരകങ്ങൾ സോഡിയവും ജലവും അല്ലേ? ഉൽപ്പന്നങ്ങളോ? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ വാതകവുമാണ്. ഓക്കെ, അപ്പോ ഈ ചാപ്റ്റർ ഓക്കെ ആയല്ലോ.